ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ഒരു രോഗമുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ ജാഗ്രതയോടെയുള്ള ശ്രദ്ധയോടെയുള്ള ഒരു ജീവിതം മതി. അതേപോലെ മരണത്തെ അതിജീവിക്കണമെങ്കിലും ജാഗ്രതയുള്ള ശ്രദ്ധയോടെയുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണം. ഈ ജാഗ്രതയുണ്ടാവുമ്പോൾ, ശ്രദ്ധയുണ്ടാവുമ്പോൾ മനസ്സ് ഈ നിമിഷത്തിലാണ്, വർത്തമാനകാലത്തിൽ ആണ്. ജാഗ്രതയോടെ ജീവിക്കാനുള്ള ഒരു പരിശീലനമാണ് നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കേണ്ടത്. പ്രതികൂല സാഹചര്യങ്ങളായാലും രോഗമായാലും മരണമായാലും അത് ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭാവി എന്ന് പറയുന്നത് ഇപ്പോഴ് നമ്മുടെ മുന്നിൽ ഇല്ല. ഭാവിയിലേക്ക് മനസ്സ് പോകുമ്പോൾ നിഷേധാത്മകമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അത് നമ്മെ വേദനയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് പുണ്യാത്മാക്കൾ നമ്മളോട് പറയുന്നത്, വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുന്നത്, ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഉള്ള ഒരു ജീവിതം നിനക്ക് ഉണ്ടാവണം. ആ ശ്രദ്ധയോടെയുള്ളൊരു ജീവിതം ഉണ്ടാകുമ്പോൾ ശരീരം ശുദ്ധമാവുന്നുണ്ട്, മനസ്സ് ശുദ്ധമാവുന്നുണ്ട്, നമ്മുടെ സംസാരം ശുദ്ധമാവുന്നുണ്ട്, പ്രവൃത്തി ശുദ്ധമാവുന്നുണ്ട്. അത് നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ട്. ഒപ്പമുള്ള ആളുകൾക്കും അങ്ങനെയുള്ള ജീവിതം കൊണ്ട് ഗുണം ഉണ്ടാകുന്നുണ്ട്. അപ്പം മനസ്സിനെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശീലനം നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. വളരെയധികം പ്രാധാന്യം അതിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. അപൂർവം ചില ആളുകൾ, പുണ്യാത്മാക്കൾ ഈ സത്യം മനസ്സിലാക്കിയിട്ട് ജാഗ്രതയോടെ ജീവിച്ച് പരമമായ ശാന്തി അനുഭവിച്ചവരുണ്ട്. അതേപോലെ ആ ഒരു ശാന്തി നമുക്കും അനുഭവിക്കാൻ സാധിക്കും. മനസ്സിനെ ശക്തമാക്കാനും ശുദ്ധമാക്കാനും ശാന്തമാക്കാനുമുള്ള പരിശീലനമാണ് നമുക്ക് വേണ്ടത്. അവിടെ നമ്മുടെ മനസ്സ് ശുദ്ധമാവണം, നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമാവണം, അതുപോലെ ഉള്ളിൽ നിറയെ സ്നേഹവും കരുണയും ഉണ്ടാവണം. ധർമ്മം നിറഞ്ഞ ഒരു പ്രവൃത്തിയായിരിക്കണം നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അതായത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മളെ വേദനിപ്പിക്കരുത്, നമുക്കൊപ്പമുള്ള ആളുകളെ വേദനിപ്പിക്കരുത്. സർവ്വജീവജാലങ്ങളെയും നമ്മുടെ പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. അതിനായിട്ടുള്ള ഒരു ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനായിട്ടുള്ള പരിശീലനം നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കണം. പരിശീലനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് മടുപ്പ് വരും, അലസത വരും. ഇത് നമുക്ക് തടസ്സങ്ങളാണ്. സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും പോകാതിരിക്കാനുള്ള തടസ്സങ്ങളാണ് മുന്നിൽ വരുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് ആ മടുപ്പിനെയും അലസതയെയും ആ സമയത്ത് മുറിച്ച് മാറ്റിക്കളയണം. പുണ്യാത്മാക്കൾ ജാഗ്രതയോടെ ജീവിക്കാനായിട്ട് അവർ പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമത്തിൽ അവർ അലസതയെയും അതേപോലെ മടുപ്പിനെയും വേരോടെ പിഴുത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ, ശുദ്ധമാക്കാൻ, ശക്തമാക്കാൻ അത്രയും ആഴത്തിലുള്ള ശ്രദ്ധ, ജാഗ്രത, പരിശീലനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുക. നമ്മുടെ മനസ്സ്
ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യജീവിതത്തിൽ നിയന്ത്രിക്കാൻ വളരെ പാടുള്ള ഒന്നാണ് മനസ്സ്. ബുദ്ധന് ഈ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിയാമായിരുന്നു. നമ്മുടെ മനസ്സിന് ആഴമുള്ള വിശാലമായ ഒരു ലോകമുണ്ട്. സമുദ്രത്തിനേക്കാൾ ആഴമുണ്ട് നമ്മുടെ മനസ്സിന്. അതിൻ്റെ വിശാലതയിൽ, അതിൻ്റെ ആഴത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ലേ? അപ്പം അതിൻ്റെ ആഴത്തിൽ എന്തൊക്കെയോ ഒന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് ആഴത്തിലുള്ള ആ ഒരു പരിശ്രമമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതായത് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ക്ഷമ വേണം. ബുദ്ധൻ പറയുന്നത് ഒരു സമുദ്രത്തിലുള്ള വെള്ളം ഒരു കപ്പെടുത്ത് വറ്റിക്കാൻ നോക്കുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ നിസ്സാരമാക്കിയിട്ട് നമ്മൾ കാണരുത്. എങ്ങനെയാണ് നമ്മൾ പരിശീലിക്കുക? ആഴത്തിൽ ധ്യാനം ചെയ്യുമ്പോൾ, അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ സ്പർശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും. അത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനസ്സെങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത്ര കണ്ട് പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ നമുക്ക് സാധിക്കുക. ബുദ്ധൻ പറയുന്നത് ഒരു പിശാചിനെ കാണാൻ നമ്മൾ നരകത്തിലേക്കോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്കോ പോകേണ്ടതില്ല. നമ്മുടെ മനസ്സിനെ ശ്രദ്ധിച്ചാൽ മതി. കാരണം മനസ്സ് വളരെ വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. 1000 പടയാളികളെ നമുക്ക് വേണമെങ്കിൽ തോൽപ്പിക്കാം. പക്ഷേ അത് വലിയ കാര്യമല്ല എന്നാണ് പറയുന്നത്. പക്ഷെ മനസ്സിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. പക്ഷെ മനസ്സ് ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ ആഴങ്ങളിൽ അത്ഭുത ശക്തികൾ, ആഴത്തിലുള്ള ശാന്തി, പരമമായ ആനന്ദം നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് അത് അനുഭവിക്കാൻ കഴിയാത്തത്? നമ്മൾ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. നിഷേധ ചിന്തകളും വികാരങ്ങളിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ പെട്ട് ജീവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അത്ഭുത ശക്തി, ആനന്ദം ഒന്നും നമുക്കറിയാനോ അനുഭവിക്കാനോ കഴിയില്ല. പക്ഷെ നമ്മൾ നിരന്തരം ധ്യാനം ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അതിൻ്റെ സുഗന്ധവും മാധുര്യവും നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ, മനസ്സ് നിശബ്ദമാകുമ്പോൾ, നിശ്ചലമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്ര കൂടുതൽ അധ്വാനം നമുക്ക് വേണ്ട മനസ്സിനെ ശാന്തമാക്കാൻ. പക്ഷെ എന്ത് ചെയ്യണം? നിരന്തരം ഒരു പരിശീലനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ആഴത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക. ആ പരമമായിട്ടുള്ള ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന് ആ ഒരുക്കങ്ങൾ നടത്താനുള്ള പരിശീലനം കൊടുക്കണം, നിരന്തരം കൊടുക്കണം. തോന്നുന്ന സമയത്ത് തോന്നിയ പോലെ ചെയ്യുകയില്ല. എന്താണോ നമുക്ക് വേണ്ടത്, നമ്മുടെ മനസ്സടങ്ങണം, മനസ്സ് ശാന്തമാവണം, മനസ്സ് ശുദ്ധിയാവണം,
അതിലൂടെ നമുക്ക് ആനന്ദം അനുഭവിക്കണം. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത്രയും കണ്ട് പ്രാധാന്യം നമ്മൾ കൊടുക്കണം അതിന്. അങ്ങനെ കൊടുത്തിട്ട് അതിനെ ശാന്തമാക്കിയിട്ട് ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അപ്പോൾ അതിന് ആ സാഹചര്യങ്ങൾ ഒരുക്കാനും അത് അനുഭവിക്കാനും നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ